Hi all, this is Cock. Varanasi to the world. Varanasi to the world. One name. ഒറ്റ പേര്. SS രാജമൗലി. SS രാജമൗലി. SS രാജമൗലി. SS രാജമൗലി. എന്താ ഇപ്പൊ കണ്ടത്? വാരണാസി ടു ദ വേൾഡ് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഫ്രം ദ ഡയറക്ടർ ഓഫ് ബാഹുബലി ആൻഡ് ട്രിപ്പിൾ ആർ. അതായത് ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട് ഗ്ലോബ് ട്രോട്ടർ, ടൈം ട്രോട്ടർ. അതായത് സംഭവം ടൈം ട്രാവല പരിപാടി. വാരണാസിയിൽ അന്ധകാലത്ത്, അതായത് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയും വലുതാണ്. അതായത് നിങ്ങളെ കാണുക സാധനം 3.5 മിനിറ്റ് കണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് 3.5 മിനിറ്റ് തീർന്നു. അത് നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ട് അന്തം വിട്ടു. ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് ഇത് പറയാൻ കാരണം, ഞാൻ സാധാരണ ഈ ടീസർ റിയാക്ഷൻ, ട്രെയിലർ റിയാക്ഷൻ, മറ്റേ പോസ്റ്റർ റിയാക്ഷൻ ചെയ്യുന്ന ആളല്ല. ഞാൻ താഴെ വിഷ്വൽസ് കാണിച്ചിട്ട് ചെയ്യാറുമില്ല. പക്ഷേ എന്താണെന്നറിയോ, അറ്റ് ദിസ് മിഡ് നൈറ്റ് ടൈമിൽ ഇത് കണ്ടിട്ട് ഇറ്റ്സ് ആൻ ഇന്ത്യൻ സിനിമ. മഹേഷ് ബാബുവിനൊക്കെ വിട്, ഒറ്റ പേര് SS രാജമൗലി. ഇദ്ദേഹം നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞ് ക്ലീഷയായി പോയ സാധനമാണിത്. അല്ലെങ്കിൽ പറഞ്ഞ് നമുക്ക് തന്നെ മടുത്തൊരു സാധനമാണ് NSR പണ്ണപ്പോകറേ. ഇതെന്താ സംഭവം? എത്ര വൈഡായിട്ടുള്ള സാധനം ഇത് നിങ്ങൾ കണ്ടു നോക്ക്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നിട്ട് അതിങ്ങനെ മേജായിട്ട് ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. മേ ബി ടാൻസാനിയോ സംവർ എൽസ്. അവിടെ വന്നിട്ട് ഇത് എത്ര വലിയ വേൾഡാണ് ഇത്. ഗ്ലോബ് ഇങ്ങനെ മൊത്തം കാണിച്ചാൽ ഗ്ലോബ് മൊത്തം എടുത്തിട്ടാണ് രാജമൗലി പണ്ണാൻ പോണേ. അതും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കൾച്ചറൽ അമാൽഗമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ ദീപികയല്ല, പ്രിയങ്ക ചോപ്രയുടെ ആ ഫയറിങ് പോസ്റ്റർ കണ്ടോ? ഇതിലവർ ഇന്ത്യൻ, അതായത് നമ്മുടെ കൾച്ചർ, റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറിനെ ഗ്ലോബൽ ലെവലിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുക രാജമൗലി. അത് ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹം പണ്ണാൻ പോണത്. ഇത്ര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭീകര സാധനം. ഇതിപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ മറ്റേ വീൽ ചെയർ പോലത്തെ സാധനത്തിലിരുന്ന സമയത്ത് ഇവിടെ വൻ ട്രോള് വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രിയങ്ക ചോപ്ര സാരി എടുത്ത് പിടിക്കുമ്പോൾ പോസ്റ്റർ ചെയ്യുന്ന എന്ത് പോസ്റ്റർ അത് കണ്ടു നോക്ക്. ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ സ്പെൽ ബൗണ്ട് കണ്ടു നോക്ക്. വെറുതെ എന്തെങ്കിലും പറയില്ല, കണ്ടു നോക്ക്. നിങ്ങൾ വിഷ്വൽ എക്സ്ട്രാവഗൻസ. അതിനപ്പുറത്ത് ആ വേൾഡ്, നമ്മളിപ്പം രാമായണം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജമൗലിയാണ് മക്കളെ, രാജമൗലി. അതായത് ഇന്ത്യയിലെ ടോപ്പ് ഡയറക്ടർ, അതായത് ഭയങ്കര മറ്റേ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ എന്നല്ല പറയുന്നേ. ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമ എടുത്തിട്ട് ജെയിംസ് കാമറോണും സ്റ്റീഫൻ സ്പിൽബർഗും ഏറ്റവും പോലെ നിന്നിട്ട് സംസാരിച്ച ആളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രിപ്പിൾ ആറിൻ്റെ സമയത്ത്? ട്രിപ്പിൾ ആർ ഒന്നും വലിയ പടമൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിൽപ്പെട്ട ഒന്നുമല്ല. ബാഹുബലിക്കൊക്കെ താഴെ വരും. പക്ഷെ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അതായത് അന്ധകാലത്ത് ഇന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് അത് രണ്ടും കൂടെ, ഇദ്ദേഹത്തിൻ്റെ മഗ്ദിരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ടൈം ട്രാവലിംഗ് പരിപാടി, ഈ ഹിസ്റ്റോറിക് പരിപാടി, ഈ എപ്പിക് പരിപാടി, ഇതൊക്കെ ചെയ്യാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ട് ആളുള്ള ലോകത്ത്. അപ്പോൾ അദ്ദേഹം ഫ്യൂച്ചറിസ്റ്റിക്കുള്ള സാധനം കൊണ്ട് ചെയ്യുന്ന സമയത്തോ പ്രിയങ്ക ചോപ്ര, മഹേഷ് ബാബുവിനെ വലിയ താല്പര്യം എല്ലാവർക്കും ഇല്ല, എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ആരെ കഴിഞ്ഞാലും കീരവാണി പറഞ്ഞാൽ ഈ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ചെയ്യുന്നതിൽ ഇന്ത്യൻ ഹാൻഡ് സിമ്മർ കീരവാണി. ഇനിതാ പാക്ക പോരെ, അതായത് സാർ ഞാൻ ഇത്രയും എക്സൈറ്റഡ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് തരിച്ചുപോയി. അത് നിങ്ങൾ വലിയൊരു സ്ക്രീൻ, നിങ്ങളുടെ വീട്ടിൽ വലിയ TV ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് അത് 4K അത്ര നിങ്ങൾ കണ്ടു നോക്ക്, നല്ല സൗണ്ടിൽ കണ്ടു നോക്ക്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് ഐമാക്സിന് വേണ്ടി എടുക്കുന്ന സാധനം, ഐമാക്സിന് വേണ്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഇത് ഒരു ഗ്ലോബൽ എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ സാധനമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ കൾച്ചറൽ സാധനം ഉണ്ടല്ലോ, ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ട്, അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം പറയുന്ന സമയത്ത്, അങ്ങനെ സിനിമ എടുക്കുന്ന സമയത്ത്, അത് ഇത്രയും ക്വാളിറ്റിയിൽ എടുക്കുന്ന സമയത്ത്
രാജമൗലി എടുക്കുന്ന സമയത്ത് ഒന്നും അതിൽ കുറച്ചൊന്നും പറയാനില്ല. ഇതിലൊന്നും ഒന്ന് പോസ്റ്ററൊന്നും കണ്ടത് മിണ്ടല്ലേ. നമ്മുടെ പൃഥ്വിരാജിനൊന്നും ഇതിൽ പറയല്ലേ. പുള്ളി ഈസ് നോബഡി. രാജമൗലി പടത്തിൽ ഹീസ് നോബഡി. ഈസ് ജസ്റ്റ് ആൻ ആക്ടർ. രാജമൗലി പടത്തിൽ രാജമൗലി പറയുന്നു അത് ചെയ്യുന്ന ഒരാൾ അത്രേ ഉള്ളൂ. രാജമൗലി ഉണ്ടല്ലോ അതാ പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞ് ഊറ്റിയിടാ. നിങ്ങൾ തോറത്തല്ല ഇങ്ങനെ പിഴിയൂലേ, പിഴിഞ്ഞ് ചണ്ടിയാക്കി അങ്ങ് വിടും പുള്ളിയുടെ കയ്യിൽ കിട്ടുന്ന ആൾക്കാരെ. അത് പ്രഭാസനോടൊക്കെ ചോദിച്ചറിയാം. അതാ പറഞ്ഞത്. അതാണ് രാജമൗലി. അപ്പം നിങ്ങൾ പൃഥ്വിരാജിനെ കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട. നിങ്ങൾ പോസ്റ്റർ ഉണ്ടെന്നും നിങ്ങൾ യു ജസ്റ്റ് ഡോണ്ട് കെയർ. പിന്നെ കീരവാണി പണ്ണാൻ പോകുന്ന പരിപാടി അറിയാലോ. അത് ഞാൻ പറഞ്ഞില്ല, ഈ കൾച്ചറൽ കോണ്ടസ്റ്റ് ഇന്ത്യൻ കൾച്ചർ നിന്നുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഗ്ലോബലി ഈ പടത്തിന് കിട്ടാൻ പോകുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ്. RRR കണ്ട് വണ്ടർ അടിച്ചതല്ലോ. അതായത് RRR എന്ന് പറയുന്നത് രാജമൗലിയുടെ തന്നെ ഏറ്റവും നല്ല സിനിമകളിലൊന്നല്ല. അത് കണ്ട് വണ്ടർ അടിച്ച ഒരു ലോകത്തിന് മുമ്പിലേക്കാണ്. അതായത് രാജമൗലി ഇസ് എ ഗ്ലോബൽ ബ്രാൻഡ്. ഇവിടെ നിങ്ങളെ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് കളിക്കുമ്പോഴല്ല. ഇസ് ഗ്ലോബൽ, പാൻ വേൾഡാണ് അദ്ദേഹം. പാൻ യൂണിവേഴ്സാണ് രാജമൗലി എന്ന് പറയുന്നത്. ദ ബ്രാൻഡ് ഡയറക്ടർ. അത് വെറുതെ ഉണ്ടാക്കിയെടുത്തല്ല, ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റ്. അതിൽ സിനിമ നല്ലതാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എതിരഭിപ്രായം, പല കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, ചെയ്ത എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആക്കി വേറെ ഡയറക്ടർ ഏതാണല്ലേ. അദ്ദേഹത്തിന് ഇമോഷണലായിട്ട് ഹുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം മറ്റേ ഈ എപ്പിക് സാഗാ സാധനങ്ങൾ ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള അതും അതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ടീസർ കണ്ട് കാണാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുൻപ് പണ്ടത്തെ കാലം നമുക്ക് കാണിച്ചു തരുന്ന അദ്ദേഹം അതിലൊരു ഒരു എന്താ പറയുക, എപ്പിറ്റമി ഓഫ് ദാറ്റ്, അതിൻ്റെ ക്രാഫ്റ്റ്മാനാണ് അദ്ദേഹം. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനം കൂടെ വരുവാണ്. അപ്പം അതും കൂടെ അദ്ദേഹം പണിയുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഫിലിം എൻതൂസിയാസ്റ്റ് എന്ന നിലയ്ക്ക് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ടിട്ട് 3.5 മിനിറ്റ് 4 മിനിറ്റ് താഴെ സാധനം കണ്ടിട്ട് പോയി കാണ് വണ്ടി വിട്ടോ, സാധനം വൃത്തിയിൽ ക്വാളിറ്റി കാണ്. വെറുതെ ഡാറ്റ ലാഭിക്കാൻ വേണ്ടി മറ്റേതിൽ നിന്ന് കാണല്ലേ, ഫോണിലാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ എന്താ സാധനം വരാൻ പോണെന്ന്. അന്യായം.